മയ്യത്ത് കാണുമ്പോൾ സത്യം പിടിക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. അപ്പം ഇങ്ങനെയൊക്കെ ഇവൻ ഈ നടക്കണ ഇവിടെ നമ്മളൊക്കെ വാർത്ത അടക്കമുള്ള ഇവനെ അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇവൻ കണ്ടിട്ടുണ്ട്. ഇവൻ പുതിയൊരു പോസ്റ്റ് ഇട്ടു, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടെ യുക്രൈൻ. വളരെ പ്രകോപനകരമായ ഒരു പോസ്റ്റ്. ആ പോസ്റ്റർ ഇതാ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പങ്കുവെക്കും. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ അബുദാബിയിൽ വാഹനാപകടത്തിലെ 4 കുട്ടികൾ മരണപ്പെട്ടപ്പോൾ അവരെക്കുറിച്ചിട്ട് വളരെ മോശം രീതിയിൽ പ്രതികരിച്ച ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഒരാൾ, സൗദി റിയാദിലുള്ള ഒരാൾ, അയാൾ അവിടെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അയാൾക്ക് നല്ലൊരു പണി കിട്ടി. പക്ഷേ ഇപ്പം അയാൾ മുങ്ങി അവിടെ നിന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ അതൊന്നുമല്ല. അയാളിപ്പോൾ സൗദിയിലൊന്നുമല്ല, റിയാദിലും അല്ല. അയാൾ അവിടെ നിന്നൊക്കെ മുങ്ങിയിട്ട് അയാളെ കഥ വേറെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ലാതെ. ഇൻഷാ അല്ലാ അതിനെക്കുറിച്ച് പറയാനുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ വാഹനാപകടത്തിൽ 4 കുട്ടികൾ മരണപ്പെട്ടിട്ട് അവശേഷിക്കുന്നത് ഇസ്സ എന്ന് പേരുള്ള ഒരു സഹോദരി മാത്രമാണ്. ഞാൻ ഇന്നലെ മനോരമയിലൊരു വാർത്ത കണ്ടു. ആ ഒരു കുട്ടിക്ക് ഇതുവരെ ആ സഹോദരന്മാർ മരണപ്പെട്ട വിവരം ആ പൊന്നുമോൾ അറിയിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം അതവൾക്ക് താങ്ങാൻ കഴിയൂല. ആ ഉമ്മ പോലും അറിഞ്ഞത് ഈ മക്കളെ കബറടക്കുന്നതിൻ്റെ തൊട്ട് മുൻപാണ്. മയ്യത്ത് അവസാനമായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ പറഞ്ഞു കേൾക്കുന്നു, ആ ഇസ്സയെ ഇതുവരെ. കാരണം ആ ഷോക്ക് അവൾക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല. അവൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, എവിടെ ഇക്കാക്കാരെവിടെ, ഉണ്ണിമാരെവിടെ, ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് നിർത്തിക്കുകയാണ്. അല്ലാഹ് ആ കുട്ടിക്ക് അല്ലാഹു ക്ഷമിക്കാനുള്ള കരുത്തുള്ള കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് ആദ്യം ആ ജോസഫ് ബെന്നിയെ കുറിച്ച് പറയാം. ഞാനടക്കമുള്ള പല യൂട്യൂബ് ചാനലുകളും ജോസഫ് ബെന്നിയെ പിടിച്ചു, സൗദി അറേബ്യയിലെ റിയാദിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതല്ല. അയാൾ സൗദിയിലും റിയാദിലൊന്നും അല്ലുള്ളത്. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം, റാഫി എന്ന് പേരുള്ള ഒരു വ്ളോഗർ ഉണ്ട്. ഈ ഗൾഫിലൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അയാളാണ് ഇയാളെ സൗദിയിൽ പൊക്കിയിട്ടുണ്ട്, റിയാദിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, ഇനി ഒരു രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത്. സ്വാഭാവികമായിട്ടും ഗൾഫിലെ വിഷയങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് റാഫിയുടെ വീഡിയോ വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഇപ്പോൾ കേൾക്കുന്നത് ഇതിൻ്റെ സത്യം അതല്ല, മറ്റൊന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചു. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പിറകെ തന്നെയായിരുന്നു ഞാൻ. ഇതിൻ്റെ സത്യം എന്താണ്? കാരണം ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിലോ ഒരു വാർത്താ ചാനലിലോ ഇവൻ്റെ തെമ്മാടിത്തരം വാർത്തയാക്കിയിട്ടില്ല. ഇവനെ അറസ്റ്റ് ചെയ്തപ്പോൾ, അറസ്റ്റ് ചെയ്താൽ സൗദിയിലെ ഏതെങ്കിലും ചാനലിലോ അല്ലെങ്കിൽ വേണ്ട, അവിടെ ഇഷ്ടംപോലെ മലയാളി ചാനലുകൾ തന്നെ സൗദിയിൽ നിന്നൊക്കെ വാർത്ത കൊടുക്കുന്നവരുണ്ട്. മീഡിയ വൺ ഉണ്ട്, എല്ലാ ചാനലിലും ഉണ്ട്. അവരാരും ഇത് അറസ്റ്റ് ചെയ്താലും വാർത്ത വരണ്ടേ? അങ്ങനെ നോക്കുമ്പോഴാണ് അന്വേഷിച്ചപ്പോൾ ഇയാൾ സൗദിയിലേ അല്ല. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഇയാൾ ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ UK-ലാണ്. UK-ൽ ഇയാളെ ഭാര്യ UK-ൽ നഴ്സോ എന്തോ ആണ്. അങ്ങനെ ഇയാൾ സൗദിയിലെ റിയാദിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സമയത്ത് ഫേസ്ബുക്കിൽ ഇയാൾ താമസം സൗദിയിലെ റിയാദിലാണ് എന്നായിരുന്നു കൂടുതൽ. അത് രീതിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഗൾഫിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനം കെ എം ബഷീറാണ് ആദ്യമായിട്ട് ഈ വിഷയം വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇയാൾ സൗദിയിലുണ്ട്, റിയാദിലുണ്ടെന്ന് അന്വേഷിക്കണം, കണ്ടെത്തണം എന്നായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഉറപ്പിച്ചു ഇയാൾ സൗദിയിലുണ്ട്, റിയാദിലുണ്ടെന്ന്. സത്യത്തിൽ ഇയാൾ എവിടെ ഉള്ളത്? UK-ലാണുള്ളത്. ഇയാൾ ഈ പാവം 4 മക്കൾ അബുദാബിയിൽ മരണപ്പെട്ടപ്പോൾ എല്ലാവരും ദുഃഖപ്പെടുന്നൊരു സമയത്ത് അവരെ പന്നി കൂട്ടുന്നത് പോലെ പെറ്റുകൂട്ടുന്നത്, ചത്തൊടുങ്ങട്ടെ എന്ന രീതിയിൽ ഒരു പിശാചിനെ പോലും നാണിക്കുന്ന രീതിയിൽ കമൻ്റ് ഇട്ടത്. അപ്പോൾ നമ്മളൊക്കെ കരുതി ഇയാളെ ഫേസ്ബുക്കിലൊക്കെ റിയാദ് എന്നൊക്കെ ഉള്ളപ്പോൾ ഇയാൾ സൗദിയിലാണ്, റിയാദിലാണ്. അപ്പോഴേക്കും ഏതോ ഒരു ചങ്ങാതി എന്ത് പറയുകയും ചെയ്തു, ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളത് വിശ്വസിച്ചു. കാരണം നമ്മൾ ആ ഒരു സോഴ്സിനെ, ഗൾഫിലൊക്കെ ഉള്ളൊരു വ്ളോഗർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ എന്തായാലും ഗൾഫിലുള്ള വാർത്ത അറിയുമല്ലോ. സാധാരണ ഗൾഫിലുള്ള ചെറിയ വാർത്തയിൽ പോലും മീഡിയ വണ്ണിൽ വരാറുണ്ട്, അതിലും വാർത്തയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് അന്വേഷണത്തിൽ ഇയാൾ ഗൾഫിലേ ഇല്ല. അപ്പോൾ ഈ തെമ്മാടി ഉള്ളത് എവിടെയാണ്? UK-ലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവൻ ഈ നടക്കണ ഇവിടെ നമ്മളൊക്കെ വാർത്ത അടക്കമുള്ള ഇവനെ അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇവൻ കണ്ടിട്ടുണ്ട്. ഇവൻ പുതിയൊരു പോസ്റ്റ് ഇട്ടു, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടെ UK-ലാണ്. വളരെ പ്രകോപനകരമായ ഒരു പോസ്റ്റ്. ആ പോസ്റ്റർ ഇതാ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കി. ഇവൻ ചെയ്ത തെമ്മാടിത്തരത്തിന് ഒരല്പം പോലും മനസ്സാക്ഷിക്കുത്തില്ലാതെ, ഒരു കുറ്റബോധമില്ലാതെ
ഇവൻക്കൊക്കെ പടച്ചറബ് കൊടുക്കട്ടോ. ഇവനൊരു ക്രിസ്ത്യാനി പോലുമല്ല. ഒരുപാട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കണ്ട് കമൻ്റ് ഇട്ടവരുണ്ട്, വിളിച്ചു പറഞ്ഞവരുണ്ട്. ഒരിക്കലും അവൻ ജോസഫ് ബെന്നിയല്ല, ജോസഫ് ബാക്കി ഞാൻ പറഞ്ഞില്ല. അതാണ് ഇവൻ ഒരിക്കലും ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളല്ല, ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരാളുകളല്ല എന്ന് ആ സത്യക്രിസ്ത്യാനികൾ വന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് സഹതാപം സങ്കടം തോന്നുക. കാരണം ഇങ്ങനെ ഒരു തമ്മാടി കൂട്ടത്തിൽ ഉണ്ടായതിന് സങ്കടമാണ് അവർക്ക്. എന്നിട്ട് പോലും ഇവനെ ചെയ്തതിനെ ഇവൻ ന്യായീകരിക്കാൻ, ഇവനൊക്കെ എന്തൊരു മനുഷ്യനാണ്. ഇപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്തേ, നമ്മളൊരു തെറ്റായൊരു വാർത്തയാണ് പറഞ്ഞത്. അവനെ പിടികൂടി, അവനക്ക് പടച്ചവൻ പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു സോഴ്സിനെ വിശ്വസിച്ചിട്ട് പറഞ്ഞതാ. സത്യത്തിൽ ഇവൻ എവിടെ അല്ല ഉള്ളത്. ഇവൻ സൗദിയിലും ഇല്ല, റിയാദിലും ഇല്ല, ഇവൻ UK-ലാണ്. ഏത് UK-ലല്ല, ഇനി ഉഗാണ്ടയിൽ പോയി ഒളിച്ചാലും, ഇനി ആകാശ ലോകത്ത് ഒളിച്ചാലും ആ പിഞ്ചു മക്കളെ വേദനിപ്പിച്ചപ്പോൾ നിനക്ക് ദൈവമൊന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് മോനെ നീ അതിന് കണ്ണീരനുഭവിക്കും. അത് ഉറപ്പാ. കാരണം നമ്മൾ ഏതെങ്കിലും ആളുകളോട് നമുക്കൊരു വിരോധം ഉണ്ടെങ്കിൽ എനിക്കതിനൊരു റീസൺ, ആ വിരോധം ഉണ്ടെങ്കിൽ ഇന്ന കാരണങ്ങളുണ്ട് എന്ന് പറയാം. ഈ പിഞ്ചു മക്കൾ എന്ത് ചെയ്തടോ? ആ കുടുംബത്തിൻ്റെ ഒരു വേദന ആലോചിച്ചിട്ടുണ്ടോ? ആ കുടുംബം എന്ന് അനുഭവിക്കുന്ന ഒരു വേദന. ആ ഒരു 4 സഹോദരങ്ങൾ മരണപ്പെട്ടത് ആ ഇസ്സ അറിഞ്ഞിട്ടില്ല. എങ്ങനെ അറിയിക്കുക? ആ ഉമ്മ ഇന്നും അനുഭവിക്കുന്നൊരു വേദന. പടച്ച റബ്ബേ, 5 മക്കളുള്ളൊരു വീട്, 4 മക്കളങ്ങണ്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ഇല്ലാതായി എന്ന് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? നമ്മുടെ വീട്ടിലേക്കൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീട്ടിലത്തെ മക്കൾ വിരുന്ന് പോയിട്ട് 2 ദിവസം ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടുമോ? ഭക്ഷണം കഴിക്കാൻ നമ്മൾ ടൈം ടേബിളിൽ ഇരിക്കുമ്പോൾ ഒരു ഭാഗം ഒഴിവാകുമ്പോൾ നമുക്കൊരു ശൂന്യതയാണ്. ഇതാ വീട്ടിലെ 5 മക്കൾ എന്ന് പറഞ്ഞ ബഹളത്തിൻ്റെ ബഹളല്ലേ? പിണക്കും മിണക്കുമായിട്ട് ആ വീട് ശൂന്യമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. മയ്യത്ത് ഖബറടക്കാനും മറ്റൊക്കെ നേതൃത്വം കൊടുത്ത ഒരാൾ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോക്ക്. മയ്യത്ത് കാണുമ്പോൾ സത്യം പിടിക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോയിന്. അത് ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. അള്ളാഹുവിൻ്റെ അടുത്ത് വന്നൊരു വല്ലാത്ത ആർക്കും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. കാരണം അതിനിവിടെ എനിക്ക് അവിടെ അബ്ദാബിയിൽ നിന്ന് ഞാനും ഷാക്കിയും കൂടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. മെയ്ഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് അവരെ വീട്ടിലുള്ളതല്ല, അവരുടെ ബ്രദറിൻ്റെ വീട്ടിലാണ്. ബ്രദറും ഫാമിലിയും വേറെ പുറത്ത് പോകുന്നത് കൊണ്ടാണ് ഈ മെയ്ഡിന് എന്ത് ചെയ്തത്, പിന്നെ അവരെ വീട്ടിലോട്ട് നിർത്തിയത്. അവരെയും ആയുസ് സർവശക്തനായ റബ്ബ് എന്ത് ചെയ്തു, അത്രേ കണക്കാക്കിയിട്ടുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിസ ഇവരുടേത് റാസൽ ഖൈമയായിരുന്നു, മക്കളുടെ ഒക്കെ വിസ. അപ്പോൾ റാസൽ ഖൈമ വിസ ആകുമ്പോൾ ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞാൽ ദുബൈയാണെങ്കിൽ ദുബൈയിലും ഒക്കെ റാസൽ ഖൈമ. പക്ഷേ ഇവർക്ക് ഇവിടെ താമസിക്കുന്നത് വർക്കലായതുകൊണ്ട് ദുബൈയിലായതുകൊണ്ട് ആ ഒരു പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇവരെന്താക്കി തന്നു, ചെയ്തു തന്നു. അതേപോലെ കാര്യങ്ങൾ ചെയ്തു തന്നത് കൊണ്ടാണ് ദുബായിൽ വലിയൊരു കാര്യം. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ മനുഷ്യ പിശാച് ജോസഫ് ബെന്നി, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ഒരു നിമിഷം നീ ഈ വീഡിയോ ഒക്കെ കാണാനുള്ള യോഗം ഉണ്ടെങ്കിൽ നീ എഴുതിയിട്, പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി, ഞാൻ എൻ്റെ ഒരു ആവേശം ചെയ്താൽ നീ ചെയ്യില്ല എന്നറിയാം. കാരണം നിൻ്റെ മുൻപുള്ള പോസ്റ്റുകൾ മുഴുവനും കനത്ത മുസ്ലിം വിരുദ്ധത. രാജ്യത്ത് പല ജാതി തീവ്രവാദികളും വർഗീയവാദികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങളോട് ക്രൂരത തോന്നുന്ന ആളുകൾ, ഇത് ഏത് മതക്കാരനാണെങ്കിലും ഇങ്ങനെ തന്നെ കേട്ടോ. ഏത് മതക്കാരനാണെങ്കിലും മറ്റുള്ള മതത്തിലുള്ള ആളുകൾ മരണപ്പെട്ടാൽ അവൻ്റെ ജാതിയും മതവും നോക്കിയിട്ട് പരിഹസിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ഏത് മതക്കാരനാവട്ടെ, അവൻ്റെ മതത്തിലേ പെട്ടവനല്ല. ഒരു മതവിശ്വാസിക്ക് ചെയ്യാൻ പറ്റൂല. കാരണം ആ വീട്ടിൽ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് ഇപ്പം നമ്മൾ കേട്ടല്ലോ. ഇത് പറയുന്ന ഇതിന് ചടങ്ങിന് നേതൃത്വം കൊടുത്ത ഒരാൾ പോലും നെഞ്ചു പൊട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഉപ്പ ഈ ലത്തീഫിനെ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടികളുടെയൊക്കെ സഹപാഠികൾ വന്നിട്ട്, എന്തൊരു രംഗമാണ് റബ്ബേ അത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരൂലേ ആ 4 മക്കൾ. ആ ഉമ്മ കാർ ഓടിച്ചതാണ്. ഉമ്മ ഉറക്കത്തിൽ പെട്ടുപോയതാണോ അതോ കുട്ടികൾ പിറകിലിരുന്ന് കളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയതാണോ, അള്ളാഹു ആലം. ആ ഉമ്മാക്ക് സംസാരിക്കാൻ പോലും, ഇതിനെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. അപ്പോഴാണ് ഇതുപോലെയുള്ള മനുഷ്യ പിശാചുക്കൾ ഇത് ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ UK-ലൊക്കെ ഉള്ള മലയാളികൾ ഉണ്ടാവുമല്ലോ, ഒരു മലയാളിയും അവൻ്റെ ജാതിയോ മതമോ പ്രാദേശികതയോ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യരുത്. അവനെയൊക്കെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചിട്ട് നിയമ നടപടി ശരിക്കും ലത്തീഫും കുടുംബം പരാതി കൊടുക്കണം. എൻ്റെ മക്കളുടെ മരണത്തിൽ അവരെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അതിന് വലിയ പിന്തുണ. പക്ഷേ ഈ ഒരു സമയത്ത് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കാവുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് ബാക്കിയുള്ളവർ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം.
പിശാചി എന്ന് പറഞ്ഞാൽ പിശാചി കേസ് കൊടുക്കും, നീ ഞങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. മൃഗം എന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പല്ലേ, ഒരു സുപ്രീം കോടതി വരെ പോകും. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ആൾക്കാരല്ല മൃഗങ്ങൾ അത്രയും സ്നേഹമുള്ളവരാണ്. ഇവനൊക്കെ ഏത് മനുഷ്യനുണ്ടായതാണ്? ഇവൻ്റെ അച്ഛനും അമ്മക്കും ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവനക്കുണ്ടാവില്ലേ ഭാര്യയും മക്കളൊക്കെ. വല്ലാത്തൊരു ക്രൂരത. എന്തായാലും നമ്മൾ ഈ കേസ് ദൈവത്തിൻ്റെ കോടതിയിലേക്ക് വിടുക. മനുഷ്യന്മാരെ കോടതിയേക്കാൾ വലുത് ഏതാണ്? ദൈവത്തിൻ്റെ കോടതിയാണ്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച മാലാഖമാരെ പോലെ സ്വർഗത്തിലേക്ക് പാറിപ്പോയ ആ കുഞ്ഞുങ്ങളെ അപമാനിച്ച ഇവൻക്ക് പടച്ചവൻ എന്തായാലും അതിനുള്ളൊരു കണ്ണുനീര് ഈ ഭൂമിയിൽ തന്നെ മരണപ്പെടുന്നതിന് മുൻപ് കൊടുക്കാതിരിക്കില്ലെന്ന് ഉറപ്പാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ നേരത്തെ ഇവനെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇവനെ പിടികൂടി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഇട്ടതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. സത്യസന്ധമായ ഒരു വാർത്തയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അവനെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവന് സൗദിയിലോ റിയാദിലൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്തരം ഒരാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? ഇങ്ങനെ മരണപ്പെട്ട ആളുകളെ അപമാനിച്ച് ജോസഫ് പെന്നിക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ശിക്ഷ എന്താണെന്നുള്ളതാണ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇസ്രാവും മിഅ്റാജും നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് വേർഡാണ് ഇസ്രായും മിഅ്റാജ്. ആ ഒരു രാത്രിയിൽ ഹബീബായ നബി മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയൊരു വാഹനമുണ്ട്. ആ വാഹനത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.